ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരുപാടായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആസ് ഓൾവേസ്. അപ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇനിയും കൂടുതൽ വീഡിയോസ് എല്ലാ ആഴ്ചയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിൽ പോവാം. എന്താണ് പരിപാടി? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ തീസിസ് ഡിഫെൻസ് ഡിസംബറിലാണ് എൻ്റെ കഴിഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു 3 മാസമായി. ഫൈനലി എല്ലാവരുടെയും പ്രാർത്ഥനയാൽ എനിക്കൊരു ജോലി കിട്ടിയിരിക്കുകയാണ്. ഈ മാസം 7-ാം തീയതി, അതായത് ഏപ്രിൽ 7-ാം തീയതിയാണ് ഞാൻ തുടങ്ങിയത്. ആൽസ്റ്റോം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, ഈ റെയിൽവേ മാനുഫാക്ചറിങ് വെഹിക്കിൾസ്, ട്രെയിനൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയായി ഓഫീസിൽ കയറിയിട്ട്. അപ്പോൾ അതായത് ഡിസംബർ ടു ഏപ്രിൽ ഒരു 3 മാസത്തോളം ഞാനിങ്ങനെ തീവ്രമായിട്ട് ജോബ് ഹണ്ടിലായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസും പൊതുവെ ജർമ്മനിയിലുള്ള പരിപാടികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ജോബ് ഹണ്ട് ചെയ്യുന്ന ആൾക്കാരാണെച്ചാലും ഇന്റേൺഷിപ്പ്, തീസിസ് എന്ത് ചെയ്യാൻ ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ആൻസറേ ഉള്ളൂ: റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അത്രേ ഉള്ളൂ. നമ്മുടെ സമയം വരുമ്പോൾ നമുക്ക് ജോലി കിട്ടും. ഇതാണ് സത്യം. അപ്പോൾ ഇത് ഇത്തിരി ഫിലോസഫിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു സംഭവം. പൊസിഷൻ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ അവിടെ ആദ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇന്റർവ്യൂ നമ്മൾ പറയണൊക്കെ കൺവിൻസ് ആയ ഇങ്ങനെ കുറച്ച് ഘട്ടങ്ങളുണ്ട്, നമുക്ക് ജോലി കിട്ടും. ഇതാണ് ഒരു സർഫസ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് പരിപാടി. അല്ലാതെ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, ഇതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് എനിക്ക് ഒരിക്കലും ഒന്ന് പോയിന്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ബീങ് സെഡ്, ചില കാര്യങ്ങളുണ്ട് കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ ചെയ്തത്. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അതുകൊണ്ട് മാത്രം, അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് മാത്രം ജോലി കിട്ടണം എന്നില്ല. അപ്പോ എന്താ പറയാ, ഇതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്റെ ടൈം വന്നു, ഒരു സമയം എന്ന് പറയില്ല, എല്ലാത്തിനും ഒരു സമയം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ എന്തൊക്കെയാ ചെയ്തത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാ, നമ്മളിപ്പോ ജർമ്മനിയില് ജോബ് മാർക്കറ്റ് വളരെ ഡൗൺ ആണ് എന്നുള്ളത് അക്നോളജ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനും ഈ ഒരു സമയത്ത് വരുമ്പോൾ ആരടുത്ത് ചോദിച്ചാലും ഇപ്പൊ ഒന്നും മാർക്കറ്റ് ശരിയില്ല, ജോബൊന്നും കിട്ടുന്നില്ല, ഓപ്പണിങ്സേ വരുന്നില്ല, ആൾക്കാർ ചുമ്മാ റിജക്ട് ചെയ്യാണ്, ഇങ്ങനെയായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ ഇതെന്താണത്, ബുദ്ധിമുട്ടായിരിക്കോ എന്നുള്ളൊരു സംഭവം. പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ആൾക്കാർ പറയുന്നത് നമ്മുടെ മൈൻഡിൽ എടുക്കണോ, അല്ല നമുക്കൊന്ന് നോക്കാമല്ലോ. ഓക്കെ, എല്ലാരും പറയുമ്പോൾ ശരിയായിരിക്കും, മാർക്കറ്റ് കണ്ടീഷൻ ഡൗൺ ആണ്. പക്ഷെ നമുക്കത് ഒരിക്കലും എന്താ പറയാ, നമ്മളത് ട്രൈ ചെയ്യാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ ആദ്യം ചെയ്ത കാര്യം, മാർക്കറ്റ് ഡൗൺ ആണ്, ജർമ്മനിയിൽ ജോലി ഇല്ല എന്നുള്ള പറഞ്ഞ ആ സാധനം, ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആദ്യം മാറ്റി. കാരണം എന്റെ മൈൻഡിൽ എപ്പോഴും ഉള്ളത് എന്താ വെച്ചാൽ, ഇപ്പോ മാർക്കറ്റ് നന്നായിട്ടിരിക്കുന്ന ഒരു കാലം നമ്മൾ ആലോചിക്കുക. മേ ബി, എനിക്കറിയില്ല, ഇപ്പോൾ ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ലെറ്റ്സ് സേ ഒരു പ്രീ കോവിഡ് എന്ന് പറയാം. ആ സമയത്ത് ജർമ്മനിയിൽ നല്ല ബ്ലൂമായിരുന്നു. അപ്പോഴും നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക തന്നെ വേണം. അപ്പോഴും നിങ്ങൾ ഇന്റർവ്യൂ പാസ് തന്നെ ആവണം. ഈ ഘട്ടമൊക്കെ അപ്പോഴും ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയാ, നമ്മളിപ്പോ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിനെക്കാട്ടിലും മാർക്കറ്റ് നന്നായി ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മളെ ബാധിക്കാൻ പാടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഓൾറെഡി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇതെനിക്ക് എല്ലാത്തിലും പറയാൻ പറ്റും. ഞാൻ ഈ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 4 ഇയേഴ്സ് ബാക്ക് എല്ലാ കൺസൾട്ടൻസിയും എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ മാർക്കിന് കിട്ടില്ല എന്നാണ്. ഹാവിങ് 7.5. അപ്പോൾ ആക്ച്വലി ഞങ്ങളൊരു 3 പേരായിട്ടാണ് ഇതിന് പുറപ്പെട്ടത്, ഇത് അപ്ലൈ ചെയ്യാൻ. ഒരാള് ഇതൊക്കെ കേട്ടപ്പോൾ ബ്രെയിൻ വാഷ്ഡ് ആയി, അപ്ലിക്കേഷന് വർക്ക് ചെയ്തില്ല, അതൊന്ന് പിന്മാറി. പക്ഷെ ഞങ്ങള് എല്ലാരും പറയുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ
ഈ ഈ കോഴ്സ് എടുക്കുമ്പോൾ സീനിയേഴ്സ് എല്ലാം പറഞ്ഞു ജർമ്മൻ ഇല്ലാതെ, അതായത് ഫ്ലുവൻറ്റ് ജർമ്മൻ, ബിസിനസ് ലെവൽ ജർമ്മൻ ഇല്ലാതെ നമുക്കൊന്നും കിട്ടില്ല തീസ് ഇന്റേൺഷിപ്പ് എന്നാണ്. ആക്ച്വലി ബിസിനസ് ലെവലിന്റെ ആവശ്യമില്ല. നമുക്ക് എത്ര സംസാരിക്കാൻ പറ്റും, എത്ര സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഇന്റേൺഷിപ്പ് സമയത്ത് എനിക്ക് ജർമ്മൻ അറിയാമെന്നെങ്കിലും അത്ര ഞാൻ ഫ്ലുവൻ്റ് ആയിരുന്നില്ല. എന്നാലും എനിക്ക് ജർമ്മൻ ഇന്റർവ്യൂ ആയിരുന്നു ഇന്റേൺഷിപ്പിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയാ, ഒരു ധാരണയിൽ നമ്മളൊന്നും ചെയ്യരുത്. അയ്യോ ഇതാണ് കണ്ടീഷൻ, അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് അതൊക്കെ മറക്കുക. മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ബൂം ആയിരിക്കും, പിന്നെയും ഡൗൺ ആയിരിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതിപ്പം മാത്രമല്ല, മേ ബി ഇപ്പൊ ഒരു വേഴ്സ്റ്റ് സമയമാണെന്ന് പറയുന്നത്. ഇതിനു മുമ്പും ഇതിനെക്കാട്ടും വേഴ്സ്റ്റ് ആയിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുമുണ്ട്, ആരും വീട്ടിൽ മടങ്ങിയിട്ടില്ല ജോലി ഇല്ലാതെ. അപ്പോ നമ്മുടെ മൈൻഡ് സെറ്റ്, എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, അയ്യോ ഇപ്പൊ UK ആണെച്ചാലും ശരി, ജർമ്മനി, ഇവിടെ ഇപ്പൊ ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റുക. നമ്മൾ എന്തായാലും നമ്മുടെ കടമകൾ ചെയ്തേ പറ്റൂ, ബാക്കിയുള്ളത് അപ്പൊ വരുമ്പോ ആലോചിക്കാം. അതാണ് ഞാൻ ചെയ്ത ഫസ്റ്റ് കാര്യം. ഞാൻ എൻ്റെ ഈ മൈൻഡിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്നു കിട്ടും, നമ്മൾ വർക്ക് ചെയ്താൽ കിട്ടും എന്നുള്ള മൈൻഡ് സെറ്റ് ആക്കുക. ഇപ്പൊ ജർമ്മനിയിൽ ഇങ്ങനെയാണ്, എല്ലാം ഡൗൺ ആണ്, ഓട്ടോമൊബൈൽ ഇസ് ഡെഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ട് സെറ്റ് ചെയ്ത് വെക്കരുത് ബ്രെയിനിൽ ഓൾറെഡി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അതാണ് എൻ്റെ ഫസ്റ്റ് സാധനം. രണ്ടാമത് ജർമ്മൻ. വെൽ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ജർമ്മൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ബ്രോ ജർമ്മൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ജർമ്മൻ നമുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണം, എൻ്റെ ഫുൾ ടൈമും ജർമ്മൻ ഇന്റർവ്യൂ ആയിരുന്നു. ലൈക്ക് ഫുൾ ജർമ്മൻ അല്ല, എന്നാലും ഒരു 80% ജർമ്മൻ ആയിരുന്നു. ഐ വുഡ് സേ 70% ജർമ്മൻ ആയിരുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ഭയങ്കര ഫ്ലുവൻ്റ് ആണോ ജർമ്മനിൽ? അല്ല, ഒരിക്കലും അല്ല. പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരണം. അതുകൊണ്ട് ജർമ്മൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ്. നിങ്ങൾ IT ആയിക്കോട്ടെ, ITക്കൊന്നും ജർമ്മൻ വേണ്ടാന്നേ എന്ന് പറയണ്ട. നിങ്ങൾ ജർമ്മനിയിലാണ് ജീവിക്കുന്നത്. ഇത് ഞാൻ ഇപ്പൊ പറയണതല്ല, കുറെ വീഡിയോസ് ആയിട്ട് ഫ്രം ദ വെരി ബിഗിനിങ് ഞാനിത് പറയുന്നുണ്ട്. കുറെ ആൾക്കാർ ശരിയാണ് ബ്രോ, എൻ്റെ പഠിച്ചു കഴിയാറായി, എന്താ പറയാ, ജർമ്മൻ പഠിക്കായിരുന്നു, 4 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തു. അതും വേണ്ട, ആ റിഗ്രറ്റും വേണ്ട, ആർക്കും ഒരു റിഗ്രറ്റും വേണ്ട. നിങ്ങളിപ്പോൾ പഠിച്ച് കഴിയുന്ന ഒരാളാണ് വെച്ചാൽ 1.5 കൊല്ലമുണ്ട് നിങ്ങൾക്ക് ജോബ് സീക്കിംഗ് വിസ. വളരെ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു B1 B2, ഞാൻ ഒരു C1 ഒന്നും പറയുന്നില്ല, B1 C, പിന്നെ ഈ ലെവൽ B1 B2 C1 അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സർട്ടിഫിക്കറ്റിൽ വെക്കാൻ നല്ലതായിരിക്കും. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് നിങ്ങളൊരു 6-7 മാസം മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് ഒരു കോൺവെർസേഷണൽ ലെവൽ ജർമ്മൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് സത്യം. അതുകൊണ്ട് റിഗ്രറ്റ് ഇപ്പം ആരും അടിക്കരുത്. അയ്യോ എൻ്റെ കഴിയാറായി, 4 കൊല്ലം ഞാൻ ഒന്നും ചെയ്തില്ല. നോ പ്രോബ്ലം. ഞങ്ങളും ഈ 4 കൊല്ലം ഫുൾ ജർമ്മൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇൻ ദ സെൻസ് നമ്മുടെ ബാച്ചും. അപ്പോൾ ഞങ്ങളൊക്കെ ഓരോരോ പാർട്ട് ടൈമിൽ പോയിട്ടും അങ്ങനെ കുറച്ചായി പഠിച്ചു. 4 വർഷത്തെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ ഉള്ള പ്രോഗ്രസ് അല്ല എനിക്കും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും റിഗ്രറ്റ് ഉണ്ട്. അയ്യോ നാട്ടിൽ നിന്ന് വരുന്ന മുമ്പേ ഒരു B1 കംപ്ലീറ്റ് ചെയ്ത് വരായിരുന്നു. സോ ദിസ് ഇസ് നോട്ട് ദ ടൈം ഫോർ എനി റിഗ്രറ്റ്സ്. ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, അടുത്തത് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ 5 മാസം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് കോൺവെർസേഷണൽ ലെവൽ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് വരുന്ന ആൾക്കാരാണെച്ചാലും നോ മാറ്റർ എന്ത് ഫീൽഡിലാണ് നിങ്ങൾ എന്നുള്ളത് ഒരു കാര്യമില്ല, എല്ലാവരും ജർമ്മൻ കോൺവെർസേഷണൽ ലെവൽ പഠിക്കുക, ഡെയിലി ഒരു ഹാബിറ്റ് ആക്കുക. നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. അതിനൊരു ക്വസ്റ്റ്യൻ മാർക്കേ ഇല്ല. എന്താ പറയാ, ജർമ്മൻ വേണോ എന്നുള്ള ഒരു ടോക്കേ നമ്മൾ വരുന്നില്ല അവിടെ, അതിന് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് ജർമ്മൻ എല്ലാവരും പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റിഗ്രറ്റ്സ് വേണ്ട. നമുക്കൊരു 5 മാസം മതി ജർമ്മൻ പഠിക്കാൻ. ആക്ച്വലി എല്ലാവരും മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് അല്ലേ, നമുക്ക് പഠിക്കാൻ പറ്റും. വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുംബൈ പ്ലേലിസ്റ്റ് ഞാൻ എന്താ പറയുക ഇട്ടിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് ജർമ്മൻ പഠിക്കാറെന്ന്. അപ്പോൾ അത് ഞാൻ മുകളിൽ കൊടുക്കുക. ഇഫ് യു വോണ്ട് യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, പല പരിപാടികളുണ്ട്.
അതാണ് ഈ ജർമ്മൻ പഠിക്കുക പറഞ്ഞ പല അഭിപ്രായങ്ങളുണ്ട്. കുറെ പേര് പറയും ജർമ്മനിയിൽ നിന്ന് പഠിക്കണം, ജർമ്മൻ ടീച്ചർ ആവണം, എന്നാലേ നമുക്ക് ജർമ്മൻ മര്യാദയ്ക്ക് പഠിക്കാം. അതാണ് നമ്മൾ ഇങ്ങനെ കേട്ടുപോയ ഒരു 50 അഭിപ്രായം നമ്മുടെ കയ്യിലുണ്ടാവും. ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. ഇത് എങ്ങനെയാണെച്ചാലും നമ്മൾ ഓൺലൈൻ ആണെച്ചാലും എവിടെ നിന്നാണെച്ചാലും പഠിക്കാൻ തുടങ്ങുക. എന്നിട്ട് നമുക്ക് മെല്ലെ 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 ബിൽഡ് ചെയ്ത് വരിക. ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ഫോർ ദ മോസ്റ്റ് പാർട്ട് ചെയ്തത്. എനിക്ക് വലിയ കുഴപ്പമില്ല. ഐ ക്യാൻ മാനേജ് ജർമ്മൻ നൗ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഐ റിയലി വോണ്ട് ടു അടുത്തൊരു കൊല്ലം എനിക്കും നന്നായിട്ട് ജർമ്മനിൽ ഫോക്കസ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. ജർമ്മൻ വളരെ നന്നായിട്ട് പഠിക്കണം. ജർമ്മൻ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. നമ്പർ 3, എന്താണ് നമ്മൾ ഒരു ജോലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോലി അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ് അയക്കണം. അപ്പോൾ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഞാനൊരു കണക്ക് പറയാം, സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഏകദേശം ഞാൻ തുടങ്ങിയ സമയത്ത്, അതായത് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 3 മാസമായിട്ട് ഞാൻ ഒരു നല്ല ജോബ് ഹണ്ടിലായിരുന്നു. ആദ്യത്തെ ഒരു മാസം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ യൂഷ്വൽ റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം. സോ യു വിൽ ഹാവ് എൻ ഐഡിയ. ഡെയിലി ഒരു 10 to 15 ആപ്ലിക്കേഷൻസ് ഞാൻ മിനിമം ഇടായിരുന്നു. ദാറ്റ്സ് മൈ ടാർഗറ്റ്. ആദ്യത്തെ 1-2 മാസം ഡെയിലി ഒരു 10-15 ആപ്ലിക്കേഷൻസ് ഞാൻ ഇടും. അപ്ലിക്കേഷൻസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അതിലും അതാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ഡിസ്കഷൻ ഓഫ് ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി. ഏതാണ്, അതായത് ചിലർ പറയും ഓരോരോ അപ്ലിക്കേഷനും നമ്മൾ CV മാറ്റണം, ചാറ്റ് GPT വെച്ച് മാറ്റി ചെയ്യണം എന്ന്. ചിലർ പറയും ചറപുറാ നിങ്ങളുടെ അപ്ലിക്കേഷൻ അയക്കുക, എന്നിട്ട് കുറെ അതായത് ക്വാണ്ടിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയും. ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ, അങ്ങനെ കൺഫ്യൂഷൻ. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രണ്ടിൻ്റെ ഒരു മിഡിൽ. ഇൻ ദ സെൻസ്, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ ക്വാളിറ്റി എഞ്ചിനീയർ എന്നുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി എന്നുള്ള ഒരു പൊസിഷൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം എൻ്റെ തീസിസ് കൈൻഡ് ഓഫ് ദാറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ക്വാളിറ്റി പൊസിഷൻസിന് ഒരു CV ഉണ്ടാക്കി വെക്കുകയായിരുന്നു. ലൈക്ക് എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ സ്കിൽസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ജർമ്മൻ CV ബൈ ദ വേ. സോ ഒരു 1 പേജ് അല്ല, ആക്ച്വലി എൻ്റെ 1 പേജ് അല്ല, 2 പേജ് CV ആണ്. അപ്പോൾ എന്താ പറയുക, ജർമ്മനിൽ ഒരു CV ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ആ ക്വാളിറ്റിയിൽ പൊസിഷനിൽ ഞാൻ ഏകദേശം ഒരു CV ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരോ പൊസിഷൻ അനുസരിച്ച് ഞാൻ ചാറ്റ് GPT ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ച് സമയത്ത്. പക്ഷെ എനിക്ക് തോന്നി അത് അങ്ങനെ ആകുമ്പോൾ എത്തുന്നില്ല ആപ്ലിക്കേഷൻസ്. എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് ഡെയിലി ഒരു 10-15 ആ സ്റ്റാർട്ടിങ്ങിൽ 15 ആപ്ലിക്കേഷനെങ്കിലും എനിക്ക് ഒരു ദിവസം അയക്കണം എന്നായിരുന്നു. കൂടുന്തോറും മാസങ്ങൾ പോകും തോറും സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഞാൻ 3-ാമത്തെ മാസം ഞാൻ ഏകദേശം എല്ലാ ദിവസവും ഒരു 20 ആപ്ലിക്കേഷൻസ് അയക്കുകയായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പൊ ജർമ്മനിയാണ് നിങ്ങൾ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും രാവിലെ, അതായത് ഏർലി മോർണിംഗ് ഞാൻ തുടങ്ങും പരിപാടികളൊക്കെ. ഒന്ന് ജർമ്മനൊക്കെ പഠിച്ചിട്ട് ഒരു 8-9 മണിയാകുമ്പോൾ ഞാൻ ഇൻഡീഡ് എടുക്കും. ആദ്യം Indeed.de, ഇൻഡീഡിലാണ് ഞാൻ ആദ്യം തുടങ്ങുക. അതിൽ ഞാൻ അന്നു വന്ന് ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് 24 hours എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ജോബ് വരും. എന്നിട്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യായിരുന്നു. ഒരു മിഡ് മോർണിംഗ്, ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ സ്റ്റെപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് ഇതേപോലെ ഫിൽട്ടർ ചെയ്തിട്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ഫുൾ ടൈം എന്നൊക്കെ കീവേഡ്സ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആ ഒരു റേഞ്ച് സിങ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് പോയിട്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യായിരുന്നു. അവസാനം രാത്രി ലിങ്ക്ഡിനിൽ പോയി ഇതേപോലെ ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ അപ്പം 4 വെബ്സൈറ്റ് ആയിരുന്നു കൂടുതൽ ഉപയോഗിക്കുന്നതായിരുന്നു. നിങ്ങൾ ഇത് വെച്ച് തുടങ്ങാം. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇങ്ങനെ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറെ കമ്പനികൾ അപ്പോഴാണ് അറിയുന്നത്, ഇതൊക്കെ ഉണ്ടല്ലേ എൻ്റെ ഫീൽഡിൽ. ആ കമ്പനിയുടെ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്തും വെക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു കമ്പനി നമ്മുടെ ഒരു ടൈപ്പിലുള്ള കമ്പനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കരിയർ വെബ്സൈറ്റ് പോയാൽ കുറേ പൊസിഷൻസ് ഇപ്പം ഞാൻ പറഞ്ഞ അഡ്വർടൈസിങ് വെബ്സൈറ്റ്സിൽ ഇട്ടുണ്ടാവില്ല, അവരുടെ കമ്പനി വെബ്സൈറ്റിൽ ഇട്ടുണ്ടാവുള്ളൂ കരിയറിൽ. അപ്പോൾ യു വിൽ ഗെറ്റ് ടു നോ ഏതൊക്കെയാണ് നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ളത്.
അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എപ്പോഴും ഇടയ്ക്ക് നമുക്ക് പൊസിഷൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ അവരുടെ വെബ്സൈറ്റ് പോയി കോൺസ്റ്റന്റ് ആയി ചെക്ക് ചെയ്യുക. പിന്നെ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻ കവർ ലെറ്റർ ആണ്. ജർമ്മനിയിൽ കവർ ലെറ്റർ കൊണ്ട് ഒരാൾക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് ഇപ്പൊ പോവാം. ഇറ്റ്സ് ഒരു വൈഡ് ടോപ്പിക് ആണ്, പക്ഷെ ഞാൻ ഓരോരോ സെക്ഷൻ ആയിട്ട് ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കാം. അപ്പൊ ഈ അപ്ലിക്കേഷനിൽ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ് ഞാൻ വെച്ചത് പേഴ്സണലി? എൻ്റെ ജർമ്മൻ CV, എൻ്റെ കവർ ലെറ്റർ ഞാൻ എല്ലാത്തിലും വെക്കാറില്ല. ഇപ്പോൾ കവർ ലെറ്റർ ഇതൊരു നല്ല സജഷൻ ആണോ എനിക്കറിയില്ല. കുറെ പേര് പറയും കവർ ലെറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പേഴ്സണലി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കമ്പനീസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കവർ ലെറ്റർ കമ്പൽസറി എഴുതും. ആ ഒരു ഇതിൽ ഞാൻ കവർ ലെറ്റർ വെക്കാറുണ്ട്. ബാക്കി അങ്ങനെ ഞാൻ കവർ ലെറ്റർ വെക്കില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്തായാലും കവർ ലെറ്റർ വെച്ചോളൂ. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാസ്റ്റേഴ്സിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അത് പറഞ്ഞപ്പോഴാണ് മാസ്റ്റേഴ്സിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെക്കുമ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ഇന്റർവ്യൂസ് എനിക്ക് വരാൻ തുടങ്ങിയത്. അത് ആ സമയമാണോ അല്ല അതുകൊണ്ടാണോ അറിയില്ല, പക്ഷെ ഐ ഫീൽ വെൻ യു അറ്റാച്ച് യുവർ സർട്ടിഫിക്കറ്റ് കൂടുതൽ കോൾസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഇപ്പൊ നിങ്ങൾ അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ഇവിടെ കമ്പനീസ് എല്ലാവരും നമ്മളിപ്പോ യൂഡമിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ലിങ്ക്ഡിൻ ലേണിംഗ്, അതിന്നൊക്കെ നമ്മൾ സർട്ടിഫിക്കേഷൻസ് ചെയ്യുമല്ലോ. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു PDF-ലാക്കി വെക്കുക. ഇവിടെ അതിനെല്ലാത്തിനും വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക, ഇതിപ്പോ യൂഡമിയിലെ ഒരു പൈത്തൺ കോഴ്സ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഡാറ്റ അനാലിസിസ് കോഴ്സ് ചെയ്താൽ എന്താണ്? അങ്ങനെയല്ല, അവരതൊക്കെ നോക്കും. സർട്ടിഫിക്കേഷൻ കോഴ്സിന് ഇവിടെ ഡസൻ മാറ്റർ ഏത് സർട്ടിഫിക്കേഷൻ ആണ് എന്നുള്ളത്. ലിങ്ക്ഡിൻ, ഇറ്റ് കുഡ് ബി ആസ് സിമ്പിൾ ആസ് ലിങ്ക്ഡിൻ ലേണിംഗ് ഓർ യൂഡമി, കോഴ്സെറ, നിറയെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ തീസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്രീ ലിങ്ക്ഡിൻ ലേണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ചെയ്തൊക്കെ അതൊക്കെ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF എല്ലാം കൂടെ മേർജ് ചെയ്തിട്ട്, പിന്നെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, എൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു PDF. പിന്നെ നിങ്ങളുടെ വേറെ വല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ലൈക്ക് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. സോ ബേസിക്കലി ഇതാണ് സർട്ടിഫിക്കറ്റ്സ്. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. എൻ്റെ കോളേജിൽ കുറെ ഇങ്ങനെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ അന്ന് ഞങ്ങൾ ഈ പോയിന്റ്സിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു KTU-ൽ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചു. പിന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, നിങ്ങളുടെ എൻ്റെ പ്രൊഫസറുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, പിന്നെ നിങ്ങൾ തീസിസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടെ നിന്ന് കിട്ടും ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. അതൊക്കെ നമ്മൾ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു PDF കമ്പൈൻ ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ബേസിക്കലി. ഇതെല്ലാം നമ്മൾ ഇതാണ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. ഒന്നുകൂടി പറയാ, CV ഇൻ ജർമ്മൻ ഇഫ് പോസിബിൾ. പോസിബിൾ അല്ല, ജർമ്മൻ ഈസി ആയിട്ട് ആക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കവർ ലെറ്റർ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് കമ്പൈൻഡ്, ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ്, പിന്നെ നിങ്ങളുടെ അതർ സർട്ടിഫിക്കറ്റ്സ് ലൈക് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്ന അത്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെയാണ് ബേസിക്കലി ഡോക്യുമെന്റേഷൻ വേണ്ടത്. ഇതൊരു ഫോൾഡറിലാക്കി വെക്കുക, ചറപുറ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ വെബ്സൈറ്റും ഞാൻ പറഞ്ഞു, സിങ്, ഇൻഡീഡ്, ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, ഇതാണ് 4 വെബ്സൈറ്റ് ഞാൻ ഉപയോഗിച്ചത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഡോണ്ട് ടേക്ക് റിജക്ഷൻസ് പേഴ്സണലി. ചറപുറാന്ന് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഡെയിലി 20 അപ്ലിക്കേഷൻ ഫോർ ലൈക്ക് ഫ്രം മൺഡേ ടു ഫ്രൈഡേ പറഞ്ഞാൽ തന്നെ എത്ര അപ്ലിക്കേഷൻ ആയി? ഒരു 100 അപ്ലിക്കേഷൻ ആയി ഒരാഴ്ചയിൽ, 1 വീക്ക്. അപ്പൊ പിന്നെ എന്താ പറയാ, റിജക്ഷൻസ് വന്നോണ്ടേയിരിക്കും. ഇഷ്ടം പോലെ റിജക്ഷൻസ് വരും. ലൈഡർ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു വേർഡൊക്കെ നിങ്ങൾക്ക് നന്നായി കാണാപ്പാടാവും. അപ്പോ അത് പേഴ്സണലി എടുക്കണ്ട. കാരണം എന്താ പറയാ, അപ്ലിക്കേഷൻസ് നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, റൈറ്റ് പ്ലേസ് ദ റൈറ്റ് ടൈം, അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ആ കമ്പനിയിൽ ഒഴിവുള്ള സമയത്ത് കറക്റ്റ് നമ്മളുടെ അപ്ലിക്കേഷൻ അവർ കണ്ട് നമ്മുടെ കൺവിൻസ് ആയി വിളിച്ച് ജോലി കിട്ടും. ഇതാണ് പ്രോസസ്സ്. ചില പേർക്ക് അത് വളരെ ലേറ്റ് ആവാറുണ്ട്, ചില പേർക്ക് ഈ കുറച്ച് വേഗം കിട്ടാറുണ്ട്. അതൊക്കെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അല്ലാതെ കഴിവുണ്ടായിട്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. നമുക്ക് കുറെ കാരണങ്ങൾ പറയാം. എനിക്ക് ജർമ്മനി ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്, അല്ലെങ്കിൽ
എനിക്ക് ബാച്ചിലേഴ്സിൽ ഇത്ര മാർക്ക് ഉണ്ട്. ബൈ ദ വേ ഇറ്റ് ഡസന്റ് റിയലി മാറ്റർ, മാർക്കൊന്നും കാര്യമില്ല. അപ്പൊ നിറയെ പേര് അയ്യോ എനിക്ക് മാർക്കില്ല അതുകൊണ്ടായിരിക്കും, ഒന്നുമില്ല, അതൊന്നും ഇവിടെ നോക്കുകയില്ല. എക്സ്പീരിയൻസിനാണ് ഇവിടെ വില. നിങ്ങൾക്ക് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? ജർമ്മനിയിൽ എസ്പെഷ്യലി നിങ്ങൾ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു വർക്കിംഗ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു തീസിസ് ഒരു കമ്പനിയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പൊ കുറെ ആൾക്കാർ പറയും അയ്യോ ബ്രോ ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, അവിടെ ഇന്റേൺഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഉണ്ടെങ്കിൽ നല്ലതെന്നേ പറയുള്ളൂ, ഇല്ല ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. എൻ്റെ ഫ്രണ്ട്സിന് ഇപ്പോൾ ഇന്റേൺഷിപ്പും തീസൊന്നും ഇല്ലാത്തവർക്ക് ലൈക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചെയ്തവർക്കും ജോലി ആയിട്ടുണ്ട്. അപ്പോൾ അവന് വേഗം കിട്ടി, അപ്പൊ എന്താണ് എനിക്ക് കിട്ടാത്തത്? അതിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്റേൺഷിപ്പിന്റെ വീഡിയോയിലും പറഞ്ഞത് അവനെ അത് കിട്ടി എനിക്ക് എന്താ കിട്ടാത്തത്, അതൊക്കെ നമ്മൾ മൈൻഡിൽ നിന്ന് പോവാ. ഇറ്റ്സ് യുവർ ഗെയിം. നിങ്ങൾ എത്ര ആപ്ലിക്കേഷൻ ഇടുന്നു, നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ കിട്ടുന്നു, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈക്ക് നിറയെ റീസൺസ് ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരന് ഒരേ കോഴ്സ് അവന് മാത്രം എന്താ അത് കിട്ടിയത്, അങ്ങനെയുള്ള ഒരു ചോദ്യമോ അങ്ങനത്തെ ഒരു പരിപാടിയോ ഇവിടെ ഇല്ല. അതുകൊണ്ട് റിജക്ഷൻസ് ബേസിക്കലി പേഴ്സണലായി എടുക്കരുത്. ഇതാണ് എൻ്റെ ഒരു താഴ്മയായിട്ടുള്ള ഒരു അഭ്യർത്ഥന. കാരണം ഇഷ്ടംപോലെ നമുക്ക് റിജക്ഷൻസ് വരും. പിന്നെ അടുത്ത സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കുകയെന്ന് പറഞ്ഞു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു അറ്റൻഡ് എൻ ഇന്റർവ്യൂ വിത്ത് എക്സ്പീരിയൻസ്. എനിക്കും അറിയില്ല, ജസ്റ്റ് ഞാൻ വളരെ നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇൻഫാക്ട് ഈ ആൽസ്റ്റോമിന്റെ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു, അങ്ങനെ എനിക്കൊരു ഹോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അറ്റൻഡ് ചെയ്യുക, അതായത് നമുക്ക് ഒരു 5-6 ഇന്റർവ്യൂ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് മതിയാവും. എന്താണ് എല്ലാ ഇന്റർവ്യൂവിലും പോയിട്ട് ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ ഇവിടെ നിന്നാ വന്നത്, അതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മണ്ട കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഒരു ടൈമിൽ എന്താണ് ഞാൻ കാണിക്കുന്നത്, ഒരു അർത്ഥവും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ സ്വാഭാവികം. യു ഷുഡ് നെവർ ലൂസ് യുവർ ഹോപ്പ്. എനിക്ക് കുറെ ആൾക്കാർ അറിയാം, ജോബ് സീക്കിംഗ് വിസയിൽ പോയിട്ട് എക്സ്പീരിയൻസും ഇല്ല, ജർമ്മനും അത്ര അറിയില്ല, ലാസ്റ്റ് മാസത്തിൽ വരെ ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ കുറെ പേര് അയ്യോ ബ്രോ എന്റെ ഓൾറെഡി കഴിയാറായി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പീരീഡാണ് ഈ ജോബ് ഹണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് വിസ അല്ല, സോറി, ജോബ് സീക്കിംഗ് വിസ. 18 മാസം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും, കണ്ണ് അടച്ച് തുറക്കുമ്പോഴേക്കും സമയം പോകും. എനിക്കത് മനസ്സിലാവും. ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ തീരെ സമയമില്ല പറഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ അൻ അതർ മാസ്റ്റേഴ്സ്, സെക്കൻഡ് മാസ്റ്റേഴ്സ് എടുത്തിട്ട് പിന്നെ ഈ സ്റ്റുഡൻറ് സ്റ്റേറ്റസ് ആക്കി യു ക്യാൻ അപ്ലൈ. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യൂ മാക്സിമം. ഓപ്പർച്യൂണിറ്റി കാർഡ് നിങ്ങൾ വെച്ചിട്ട് യു ക്യാൻ എക്സ്റ്റെൻഡ്, 1 കൊല്ലത്തിന് കിട്ടും. അപ്പോൾ പക്ഷെ നമ്മൾ എപ്പോഴും ഈ എന്താ പറയുക, ഈ വിസ ഓഫീസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പ്രൂഫ് വെക്കുക. ഇന്റർവ്യൂ കിട്ടിയതിന്റെ പ്രൂഫ്, നിങ്ങൾ അപ്ലൈ ചെയ്തതിന്റെ പ്രൂഫൊക്കെ കിട്ടിയിട്ട് അതൊക്കെ നമ്മളൊരു PDF ആക്കി നമ്മൾ അയച്ചാൽ ഇറ്റ്സ് വെരി ഈസി ടു കൺവിൻസ്. കഴിഞ്ഞ 1 കൊല്ലമായി, ഞാൻ 1.5 കൊല്ലമായി വളരെ ശക്തമായി ട്രൈ ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ദീസ് മെനി ഇന്റർവ്യൂസ്, എനിക്ക് ഇത്ര റിജക്ഷൻ വന്നു, ഞാൻ എത്ര ആപ്ലിക്കേഷൻ ഇട്ടിട്ടെന്ന് ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ വിസ ഓഫീസേഴ്സിന് ഒന്നും പറയാൻ പറ്റില്ല. ദേ വിൽ ഗിവ് യു മോർ ടൈം. ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ കട്ടം ഓഫ് പീപ്പിളും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്താ പറയാ, ജോലി കിട്ടിയ ആൾക്കാർ കഴിവുള്ള ആൾക്കാരെന്നോ അല്ലെങ്കിൽ അതൊക്കെ ഓരോ സമയമാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ജർമ്മൻ സ്ട്രോങ് ആക്കുക, അതിൽ യാതൊരു ഇതുമില്ല. ദാറ്റ് ബീങ് സെഡ്, കുറെ ആൾക്കാർ C1 ലെവൽ ജർമ്മനാണ്. ജർമ്മൻ തോട്ട് പ്രോഗ്രാമിൽ പഠിക്കുന്ന എനിക്ക് കുറെ പേര് അറിയാം. അവരും ദേ ആർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് എ ജോബ്. പക്ഷെ അവർക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓരോരോ കേസ് ഇങ്ങനെ എടുത്ത് നമ്മൾ കേസ് സ്റ്റഡി എടുത്തിട്ട് നമ്മളത് കമ്പയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ എല്ലാത്തിലും കേസ് ഉണ്ട്. തീരെ ജർമ്മനോ അറിയില്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് പഠിച്ചിറങ്ങിന് മുമ്പ് ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് പറയും? അപ്പോൾ അതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ്. അത് തന്നെയായിരുന്നു. നമ്മുടെ ചുറ്റും നടക്കുന്നതൊന്നും മൈൻഡിൽ ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇത് ഇത്രയും ബുദ്ധിമുട്ടാണ്, ജർമ്മനിയിൽ ഇപ്പൊ ജോബ് ഇല്ല. ഞാൻ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ മെല്ലെ മെല്ലെ ജോബ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്ര എനിക്ക് പറയാനുള്ളൂ. അതാണ്. സോ ബേസിക്കലി നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നാച്ചുറലി ഇന്റർവ്യൂ ആണ്. കുറേ ഇന്റർവ്യൂ നമ്മളിങ്ങനെ കഴിയുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്കാവും, എന്നിട്ട് നമ്മൾ ജോലിക്ക് പോകും. നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ജർമ്മനിയിൽ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഇപ്പം വന്ന ഒരു ആളാണ് വെച്ചാൽ ഫോക്കസ് ഓൺ യുവർ ജർമ്മൻ.
ആദ്യം തന്നെ സ്റ്റുഡൻറ് ഇന്റേൺഷിപ്പും വർക്കിംഗ് സ്റ്റുഡൻ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ചെയ്യുക. അതൊക്കെ നല്ല വാല്യൂ ഉണ്ട്. സർട്ടിഫിക്കേഷൻസ് ചെയ്യുക മാക്സിമം. ലിങ്ക്ഡിൻ ലേണിംഗ്, യൂഡമി, ഫ്രീ കോഴ്സസ് ഉണ്ട്. അതിനൊക്കെ വാല്യൂ ഉണ്ട് ആക്ച്വലി. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നിങ്ങളിപ്പോ ഫീസൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഡിഫൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് വെച്ചാൽ ഫോക്കസ് ഓൺ യുവർ ജർമ്മൻ ആൻഡ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫോർ മീ ഇറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ലൈക്ക് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പൊസിഷന് ഏതെങ്കിലും അങ്ങനെ അപ്ലൈ ചെയ്യാന്നല്ല, ഒരുവിധം റിലേറ്റഡ് ആയിട്ടില്ല. അതാണ് ദാറ്റ്സ് വാട്ട് ഐ മെന്റ് ബൈ എന്താ പറയുക, ഒരു ബാലൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്ന്. ഓരോരോ സി വിയും ടൈലർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏകദേശം ഒരു പ്രൊഫൈല് നീറ്റായിട്ടൊരു സി വി, ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ജർമ്മൻ സി വി ഞാൻ ഇനിയും വീഡിയോസ് ഇടാം ഡീറ്റെയിൽ ആയിട്ട്, എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ അപ്ഡേറ്റ്. എനിക്കറിയാം എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം ഇങ്ങനെ പോകും. ഐ ഡോണ്ട് നോ, എനിക്ക് കട്ട് ഷോർട്ട് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക, യൂട്യൂബ് ഷോർട്സ് ഇടാനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഐ തോട്ട് ഐ നോട്ട് ഗോയിങ് ടു ഡു ദിസ്. കാരണം എനിക്ക് 30 സെക്കൻഡിൽ പറയണ്ട, മെല്ലെ കേട്ടാൽ മതി ആൾക്കാർ. നിങ്ങൾ വേണിച്ചാൽ 2x 3x യൂട്യൂബിലാക്കിക്കോളൂ. പക്ഷെ എനിക്ക് ആ ഒരു ടൈം വേണം. വളരെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വേഗം പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇനിയും സോ ബേസിക്കലി ഞാൻ അത് പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ പോട്സ്ഡാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. എൻ്റെ കമ്പനി ബെർലിൻ്റെ അടുത്താണ്. ലൈക്ക് ഇവിടെ നിന്ന് ഒരു 25 മിനിറ്റേ ഉള്ളൂ. ഹെനിങ്സ്ഡോർഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ല. പ്രൊബേഷനൊക്കെ കഴിഞ്ഞ് പോകണമെന്ന് വിശ്വസിക്കുന്നു. കാരണം അതും കൂടി നമ്മൾ നോക്കണമല്ലോ. ഇപ്പോൾ ജോലി കിട്ടി, ഇറ്റ്സ് ഗുഡ്, വലിയ മോശമില്ല, ജോലി ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നിറയെ അപ്ലിക്കേഷൻസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് റിജക്ഷൻസ് വന്നിട്ടുണ്ട്. നിറയെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ കിട്ടും എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ചിലതൊന്നും റിപ്ലൈയും വന്നിട്ടില്ല. നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നിറയെ അപ്ലിക്കേഷൻസ് ഇടുക, ജർമ്മൻ സ്ട്രോങ് ആക്കുക, ഇൻ്റർവ്യൂ വന്നാൽ അതിന് മാക്സിമം എഫേർട്ട് ഇട്ട് ഇൻ്റർവ്യൂ നന്നായി പറയാൻ നോക്കുക. അത് വിത്ത് എക്സ്പീരിയൻസ് വരും. വരുന്ന വീക്സിൽ ഞാൻ ഓരോരോ ടോപ്പിക്കായിട്ട് എന്താ പറയുക, ഐ വിൽ ട്രൈ ടു മേക്ക് എ വീഡിയോ. ഇതൊരു അൺസ്ക്രിപ്റ്റഡ് വീഡിയോ ആയിരുന്നു. എനിക്ക് ജസ്റ്റ് ആസ് ഓൾവേസ് ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് വീഡിയോ ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ചുമ്മാ മൊബൈൽ വെച്ചു, ഒരു ഗോപ്രോ വെച്ചു, അങ്ങനെ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, വൺസ് അഗെയിൻ താങ്ക് യു വെൽ വിഷേഴ്സ് ആൻഡ് മൈ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കാരണമാണ് എനിക്ക് ജോലി കിട്ടിയത്. ആൻഡ് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യുക. താഴെ എല്ലാ കമൻറ്റും വായിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യെസ്, വൺസ് അഗെയിൻ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം നമുക്ക് അടുത്ത ആഴ്ച. ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സാറ്റർഡേയും ഇതേപോലെ ഈ ഒരു റൂമിൽ, ഇതൊരു സ്റ്റഡി റൂമാണ് ആക്ച്വലി ബൈ ദ വേ. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഒരു സ്റ്റഡി റൂമുണ്ട്. എനിക്കത് യൂട്യൂബ് സ്റ്റുഡിയോ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കുഴപ്പമില്ല, ആരും വരാറൊന്നുമില്ല അങ്ങനെ വീക്കെൻഡ്സിൽ. അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്, സൈലൻറ്റ് ആൻഡ് ഇറ്റ്സ് നന്നായിട്ടുണ്ട്. ഞാനൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെ ഇപ്പോൾ പോട്സ്ഡാമിൽ. വലിയ കുഴപ്പമില്ല, ചെറിയൊരു റൂമാണ്, പക്ഷെ മതിയാവും ഇപ്പോഴത്തേക്ക്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അടുത്ത ആഴ്ച ഇനിയും വിൽ ട്രൈ ടു ഡു മോർ ഇൻ്റർവ്യൂസ്. ഇതേപോലെ പുതിയ യൂണിവേഴ്സിറ്റീസ് എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. Until then, this is Bicep Money signing off. Bye. It's a big video.